ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. കനേഡിയൻ പൗരനായ ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടത് 2023 ജൂണിലാണ്. കാനഡയിലെ ഒരു ഗുരുദ്വാരയ്ക്ക് സമീപത്താണ് ഈ കൊലപാതകം നടന്നത്. ഇതിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നാരോപിച്ച് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ പ്രസ്താവന നടത്തി. ഇന്ത്യ ഈ ആരോപണം നിഷേധിക്കുകയും തെളിവുകൾ പുറത്തുവിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തെളിവുകൾ നൽകിയാൽ സംയുക്ത അന്വേഷണം നടത്താമെന്നും സമ്മതിച്ചിരുന്നു. എന്നാൽ ഒരു തെളിവുകളും കൈമാറാൻ കാനഡ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ കൊലപാതകവുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് 3 ഇന്ത്യൻ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ആഴ്ചയിൽ കാനഡ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ കൊലപാതകവുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പുറത്തുവിടാനുള്ള ഭാരത സർക്കാരിൻ്റെ അഭ്യർത്ഥന കാനഡ പരിഗണിക്കുന്നതേയില്ല. തങ്ങളുടെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഖാലിസ്ഥാൻ രൂപീകരണത്തെ അനുകൂലിക്കുന്ന നിരവധി സിഖുകാർ കനേഡിയൻ പാർലമെന്റിലെ അംഗങ്ങളാണ്. ഇവരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമായിട്ടാണ് ഈ ആരോപണങ്ങളെ പലരും വിലയിരുത്തുന്നത്. ഗാസയിൽ ഇസ്രായേൽ പട്ടാളം നടത്തുന്ന നരഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലസ്തീനിൽ നടക്കുന്ന വംശഹത്യ അവസാനിപ്പിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ അധികം താമസിയാതെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇങ്ങനെ അറസ്റ്റ് വാറണ്ട് ലഭിക്കുന്നവരെ വിദേശ രാജ്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും. ഇസ്രായേൽ നീതിന്യായ കോടതിയുടെ അധികാര പരിധിയിലല്ലെന്നും ഈ അറസ്റ്റ് വാറണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേൽ ജനതയുടെ അവകാശത്തിൻ്റെ ലംഘനമാണെന്നുമാണ് പ്രധാനമന്ത്രിയുടെ വിശദീകരണം. ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വംശഹത്യാരോപണം കോടതി അംഗീകരിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴും ചൂണ്ടിക്കാണിക്കാവുന്ന എന്തെങ്കിലും നടപടി ഇതിന്മേൽ ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ സമ്മതിച്ചതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഗാസയിൽ തിങ്കളാഴ്ച വലിയ പ്രകടനങ്ങൾ ഉണ്ടായി. ഹമാസ് തടവിലാക്കിയവരെ ഉടൻ നാട്ടിലെത്തിക്കണം എന്നാവശ്യപ്പെട്ട് ജെറൂസലേമിലും പ്രകടനങ്ങൾ ഉണ്ടായി. എന്നാൽ വെടിനിർത്തൽ വളരെ അകലത്തിലാണ് എന്നാണ് ഇസ്രായേലിലെ ഒരു മന്ത്രി പ്രതികരിച്ചത്. റാഫയെ ഉടൻ ആക്രമിക്കുമെന്നും പ്രദേശവാസികൾ ഒഴിഞ്ഞു പോകണം എന്നുമാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ഗാസയിൽ സൈനിക നടപടികൾ തുടരുന്നതിനോട് യോജിപ്പില്ല എന്ന് നേരത്തെ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. റാഫ ആക്രമണത്തിന് തയ്യാറെടുപ്പുകൾ തുടരുന്നു എന്നത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണ ഭീഷണിയെ തുടർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് റാഫയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരായിരിക്കുന്നത്. ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങുന്നു. പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാതെ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല.
റാഫ ആക്രമണവുമായി മുൻപോട്ടു പോയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കുമെന്ന് ജോ ബൈഡൻ ബുധനാഴ്ച മാധ്യമങ്ങളെ അറിയിച്ചു. ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് എന്ന് നേരത്തെ തന്നെ ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റാഫായിൽ സൈനിക നടപടികൾ തുടരുന്നു എന്ന വാർത്തയും ഇതിനോടൊപ്പമാണ് ലഭിക്കുന്നത്. വടക്കൻ ഗാസയിൽ ആക്രമണം നടക്കുമ്പോൾ ഗാസയുടെ തെക്കുഭാഗത്തുള്ള റഫ നഗരത്തിൽ അഭയം തേടിയവരെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമിക്കുന്നത്. തങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് വടക്കു നിന്നും തെക്കു ഭാഗത്തുള്ള റാഫ നഗരത്തിലേക്ക് ഹമാസ് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇവരെ പൂർണ്ണമായും നശിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കരുത് എന്നാണ് ഇസ്രായേലിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ബന്ദികളുടെ കൈമാറ്റം കഴിഞ്ഞിട്ട് മതി യുദ്ധം എന്നാണ് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഗാസയുടെ വടക്കു ഭാഗം ഒരു ശവപ്പറമ്പിന് തുല്യമാണ്. ആക്രമണം തുടർന്നാൽ ഈ അവസ്ഥ റാഫായിലും ഉണ്ടാകും. മഹിഷ അമിനി എന്ന പെൺകുട്ടിയെ ഇറാനിലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നത് 2022 ഇതേ തുടർന്ന് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ദേശവ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി. ഈ പ്രകടനങ്ങളിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് പ്രശസ്ത നാടൻ പാട്ടുകാരനായ തുമാജ് സലേഹിയെ സദാചാര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മതത്തിൻ്റെ പേരിൽ പൗരന്മാരെ പീഡിപ്പിക്കുന്നതിനെ വിമർശിച്ച് പാട്ടുകൾ എഴുതുകയും അത് നിറഞ്ഞ സദസ്സിനു മുമ്പിൽ പാടുകയും ചെയ്തതുകൊണ്ടാണ് ഈ കലാകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രശസ്തനായ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വലിയ വിവാദമായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ മോചിപ്പിച്ചുവെങ്കിലും അധികം താമസിയാതെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷ നൽകുകയും ചെയ്തു. ഭൂമിയിലെ അഴിമതി എന്നാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങളെ വിശേഷിപ്പിച്ചത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഈ വിധി തിരുത്തി കഴിഞ്ഞ ആഴ്ചയിൽ ഇദ്ദേഹത്തിന് വധശിക്ഷ നൽകിക്കൊണ്ട് ഭരണകൂടം ഉത്തരവായി. മനുഷ്യരെ കൊല്ലാൻ ഒരു മതവും ആർക്കും അനുമതി നൽകുന്നില്ല. മുഹമ്മദ് ബിൻ സാൽമൻ രാജകുമാരൻ്റെ സ്വപ്ന പദ്ധതിയാണ് സൗദിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഉയർന്നു വരുന്ന നിയോം എന്ന നഗരം. വിഷൻ 2030 എന്ന പേരിൽ ആസൂത്രണം ചെയ്ത ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ സൗദിയുടെ മുഖച്ഛായ തന്നെ മാറ്റും എന്നാണ് ഭരണകൂടം അവകാശപ്പെടുന്നത്. എണ്ണയാണ് ഇപ്പോൾ സൗദിയുടെ പ്രധാന വരുമാന മാർഗം. പുതിയ സംരംഭങ്ങളിലൂടെ പുതിയ വരുമാന മാർഗങ്ങളാണ് സൗദിയുടെ ലക്ഷ്യം. ഭാവിയിലെ സ്മാർട്ട് സിറ്റികളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഭീമൻ ഹൈവേ ലൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ റോഡിൽ അന്തരീക്ഷ മലിനീകരണമുണ്ടാക്കുന്ന വാഹനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് തീരുമാനം. മരുഭൂമിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്ര സമൂഹങ്ങളെ നിഷ്കരണം കുടിയിറക്കാനാണ് തീരുമാനം. വികസന വിരോധികളിൽ പലരും ഇതിനകം തന്നെ പോലീസിൻ്റെ വെടിയേറ്റു മരിച്ചു. പലരും ജയിലിലാണ്. കുടിയിറക്കപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്ന പരാതിയുമുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ ആഴ്ചയിൽ യൂറോപ്പിലെ 3 രാജ്യങ്ങൾ സന്ദർശിച്ചു. പടിഞ്ഞാറൻ യൂറോപ്പിലെ ഫ്രാൻസും കിഴക്കൻ യൂറോപ്പിലെ സെർബിയയും ഹംഗറിയും സന്ദർശിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ചൈനീസ് പ്രസിഡന്റ് യൂറോപ്പ് സന്ദർശിക്കുന്നത്. മധ്യേഷ്യയിലും യൂറോപ്പിലും നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന്
പല പ്രാവശ്യം ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും രാജ്യത്തെ അനുകൂലിക്കാനോ എതിർക്കാനോ ചൈന തയ്യാറായിട്ടില്ല. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം ചൈനയും യൂറോപ്പിലെ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനൊരു മാറ്റമാണ് ഈ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എല്ലായിടത്തും രാജകീയ സ്വീകരണമാണ് ഷീ ജിൻപിങ്ങിന് ലഭിച്ചത്. റഷ്യയുടെ സുഹൃത്തായ ചൈന യൂറോപ്പിലെ രാജ്യങ്ങളുമായി അടുക്കുന്നതിനെ ആശങ്കയോടെയാണ് അമേരിക്ക കാണുന്നത്. യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗമാണെങ്കിലും റഷ്യയെ സുഹൃത്തായിട്ടാണ് ഹംഗറി കാണുന്നത്. ശക്തി കുറഞ്ഞ ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനങ്ങൾ ആരംഭിക്കാൻ പുടിൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടു. ആവശ്യമെങ്കിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് പ്രസിഡന്റ് പുടിൻ പല പ്രാവശ്യം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എതിരാളികളുടെ ഭീഷണി മൂലമാണ് പുടിൻ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നാറ്റോയുടെ സൈന്യത്തെ ഉക്രൈനിലേക്ക് അയക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ അടുത്ത കാലത്ത് പറഞ്ഞത്. ഇതിനു സമാനമായ രീതിയിൽ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയും പ്രതികരിച്ചിട്ടുണ്ട്. മുടങ്ങിക്കിടന്ന സാമ്പത്തിക സഹായം നൽകാൻ അമേരിക്കയും തയ്യാറായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ശേഖരിച്ചു വച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കും എന്നു തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇത് ഉൾക്കൊള്ളാനോ യുദ്ധം അവസാനിപ്പിക്കാനോ ഒരു ശ്രമവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. സമൂഹ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപവാദ പ്രചരണം, വിനോദം, സിനിമ തുടങ്ങിയവയാണ് ഇവിടെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പ്രിയപ്പെട്ട വിഷയങ്ങൾ. എന്നാൽ ലാഭകരമായ ഒരു ബിസിനസ് ഈ മാധ്യമം ഉപയോഗിച്ചു നടത്തി വിജയിച്ചതിൻ്റെ കഥയാണ് നൈജീരിയയിലെ ഡാങ്ക എന്ന കൂട്ടായ്മ നമ്മളോട് പറയുന്നത്. ഡയറി ഓഫ് നൈജീരിയൻ ഗേൾസ് എന്ന പേരിലെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് 2006 ഈ സംഘടന രൂപീകരിച്ചത്. തുടക്കത്തിൽ സാധാരണക്കാരായ പെൺകുട്ടികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നത് മാത്രമായിരുന്നു ഈ സമൂഹ മാധ്യമത്തിൻ്റെ ലക്ഷ്യം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് കൂട്ടായ ചർച്ചകളിലൂടെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ തുടങ്ങിയതോടെ ലക്ഷക്കണക്കിന് യുവതികൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായി. സ്ത്രീകളുടെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഈ കൂട്ടായ്മ വളർന്നു. ഈ ഘട്ടത്തിലാണ് ചെറിയ മിഠായികളുടെയും ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകളുടെയും വിൽപ്പന ഈ കൂട്ടായ്മ ഏറ്റെടുത്തത്. ഇത് വലിയ വിജയമായി. സമൂഹ മാധ്യമങ്ങൾ എത്ര ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിന് നല്ല ഒരു ഉദാഹരണമാണ് ഡാങ്ക. വടക്കൻ യൂറോപ്പിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഐസ്ലാൻഡ്. കഴിഞ്ഞ ബുധനാഴ്ച DAC എന്നറിയപ്പെടുന്ന ഒരു പടുകൂറ്റൻ യന്ത്രം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഡയറക്റ്റ് എയർ ക്യാപ്ചർ അഥവാ നേരിട്ട് വായു പിടിച്ചെടുക്കാനാണ് ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. ജൈവ ഇന്ധനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ മാലിന്യങ്ങൾ അടങ്ങിയ വായു പിടിച്ചെടുത്ത് ഭൂമിയുടെ അടിത്തട്ടിലേക്ക് മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ജൈവ ഇന്ധനങ്ങളുടെ ഉപഭോഗം നിയന്ത്രിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചത്. അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന കാർബൺ മാലിന്യ സംസ്കരണം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും
എന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. കാർബൺ മാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നതാണ് നിയന്ത്രിക്കേണ്ടത്. അതിനു പകരം നടത്തുന്ന ഡീകാർബണൈസേഷൻ വിജയിക്കില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. പ്രക്ഷേപണ ദൗത്യങ്ങളുടെ ജനകീയതയിൽ ശ്രവ്യാനുഭവങ്ങളുടെ ആസ്വാദ്യതയ്ക്കൊരു മറുവാക്ക്. ജൻവാണി 90.8 FM.